നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീസി ആൻഡ് ക്രീമി വൈറ്റ് സോസ് ചിക്കൻ പാസ്തയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ടേസ്റ്റിൽ എങ്ങനെയാണ് വൈറ്റ് സോസ് ചിക്കൻ പാസ്ത തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. ഏത് ഡിസൈനിലുള്ള പാസ്ത ആയാലും കുഴപ്പമില്ല. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഇതിൻ്റെ 2 ഇരട്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വെന്ത് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ആ പാസ്ത ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസൈനൊക്കെ വിട്ടുപോകും. അതുപോലെ നമ്മൾ വൈറ്റ് സോസിൽ ഇട്ടിട്ട് കുറച്ച് നേരം 2 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് വേവ് കുറച്ച് വേണം ഇത് കോരിയെടുക്കാനായിട്ട്. അപ്പോൾ ഓരോ പാസ്ത അനുസരിച്ച് അതിൻ്റെ വേവുന്ന ടൈമിൽ മാറ്റം വരും. അപ്പോൾ ഈ പാസ്തയുടെ കവറിൽ എഴുതിയിരിക്കുന്നത് 11 മിനിറ്റാണ്. നമുക്കിവിടെ 9 മിനിറ്റ് മാത്രം വേവിച്ചിട്ട് ഒരു അരിപ്പയിലേക്ക് കോരി മാറ്റാം. പാസ്ത കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 9 മിനിറ്റ് മാത്രം വേവിച്ചത്. ഇനി നന്നായിട്ട് വേകണം എന്നുണ്ടെങ്കിൽ, എന്നിട്ട് കുഴഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി കൂടുതൽ വേവിക്കാം. ഇനി ഇത് നമുക്കൊന്ന് പച്ചവെള്ളത്തിലൊന്ന് റിൻസ് ചെയ്തെടുക്കാം. ഒന്നും കൂടെ വെന്ത് പോവാതിരിക്കാനും തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി വളരെ ചെറുതായിട്ട് നുറുക്കിയ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നൊന്നുമില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. അതൊരു 2 മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ 2 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതും 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് 1/2 കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതും ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ പച്ചക്കറിക്കെല്ലാം ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ സെയിം പാനിൽ തന്നെയാണ് സോസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് നമ്മളിതെല്ലാം വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നത്. ഇനി നമുക്ക് ഈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ നമുക്ക് മൈദ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വരെ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ മാത്രം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ഈ ബട്ടറിൽ മൈദ ശരിക്കും നനയണം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പം പച്ചക്കറി ഇതിൽ നിന്ന് മാറ്റി ഉടനെയാണ് നമ്മൾ ഈ മൈദ ഇട്ട് കൊടുത്തത്. പാനിൽ ചെറിയ ചൂടുണ്ട്, അതുകൊണ്ടാണ് ഈ ബട്ടർ ഇട്ടപ്പോൾ തന്നെ അത് മെൽറ്റായി തുടങ്ങിയത് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്യാം. സിമ്മിൽ വേണം വയ്ക്കാനായിട്ട്. അപ്പം 2.5 ടേബിൾ സ്പൂൺ ബട്ടർ മതിയായി ഈ മൈദ ഒന്ന് ഇതിനകത്ത് മിക്സ് ആവാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊന്ന് തിളച്ചിങ്ങനെ കുറച്ച് ബബിൾസ് തന്നെ വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയും മതിയാകും. മൈദ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മൈദ കുറച്ച് ഉടയാതെ പാലിൽ മിക്സ് ആവാതെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. തവി കൊണ്ട് ഉടയ്ക്കാൻ നോക്കിയിട്ട് ലംസ് ഒന്നും ഉടയുന്നില്ല. അപ്പം നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതിൻ്റെ ലംസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ മൈദ നന്നായിട്ട് പാലിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കൈ വിടാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം.
ഇതൊന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പീസ് ഈ സോസിൽ പെട്ടിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഇനി സോസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിലും വെജിറ്റബിളിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്താണ്, അപ്പോൾ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ് ആയ മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ വേവിച്ച് മാറ്റിയിരിക്കുന്ന പാസ്തയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഡ്രൈ ആയി പോകണ്ട. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും വെജിറ്റബിൾസും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സോസൊക്കെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഒരുപാട് നേരം ഇട്ട് വഴറ്റിയിട്ടുണ്ടെങ്കിൽ സോസൊക്കെ ഡ്രൈ ആയി പോകും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പിടി ചീസും കൂടി ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ മോസറല്ല ചീസാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ല ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ക്രീമി ആൻഡ് ചീസി പാസ്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്